ഇത്തവണത്തെ യാത്ര യാദൃശ്ചികമെന്നോളം കുളുവിലെ മണാലിയിലോട്ടായിരുന്നു. മുന്നേ പുസ്തകങ്ങളിലും യൂട്യൂബ് ചാനലുകളിലെ വീഡിയോകളിലും മാത്രം കണ്ടിരുന്ന കാഴ്ചകൾ നമ്മുടെ കണ്ണിന് മുന്നിലോട്ട് വന്നപ്പോഴുണ്ടായിരുന്ന ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയാണ്. എന്നാൽ എൻ്റെ കഥ പറച്ചിൽ അതൊന്നുമല്ല. ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഈ കാണുന്നത് അങ്കോറ റാബിറ്റാണ്. ഒരു പക്ഷി വളർത്തലുകാരനായ എനിക്ക് എവിടെ പോയാലും ഇത്തരം കാഴ്ചകളോടായിരിക്കും കൂടുതൽ പ്രിയം. ഒന്ന് കണ്ടു നോക്കുക അവരുടെ ഭംഗി. ഭയങ്കര രോമത്തോടു കൂടെയുള്ള അങ്കോറ റാബിറ്റ്. നമ്മുടെ നാടുകളിൽ കാണുന്ന സാധാ ഇനത്തിൽപ്പെടുന്ന റാബിറ്റുകളുടെ 3 ഇരട്ടി വലുപ്പമുണ്ട് ഇവർക്ക്. അവരുടെ രോമമാണെങ്കിലോ അതിഗംഭീരവും. അവരുടെ കാലാവസ്ഥ തന്നെയാണ് അവർക്ക് അത്തരം ഒരു രോമത്തെ നിലനിർത്താൻ സഹായിക്കുന്നത്. മണാലിയിൽ പോകുമ്പോൾ മിക്കവാറും എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലും ഇത്തരം റാബിറ്റുകളെയും പിടിച്ചുകൊണ്ടുള്ള ഒരുപാട് സ്ത്രീകളെ കാണാൻ സാധിച്ചു. ഇവരുടെ കൂടെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. മുയലുകൾ മാത്രമല്ല, നമ്മളവിടെയൊക്കെ കാണാൻ സാധിക്കും നല്ല രോമം കൂടുതലുള്ള നമ്മുടെ സൈബീരിയൻ ഹസ്കി ഇനത്തിൽപ്പെടുന്ന നായകളും, അതുപോലെ തന്നെ അവിടുത്തെ ബഫലോസ്. അത് ഈ പറഞ്ഞതുപോലെ ഭയങ്കര രോമമുള്ള ഒരു ഇനം ബഫലോസാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് റൈഡ് ചെയ്യാനൊക്കെ സാധിച്ചു. അങ്ങനെ എന്നെ സംബന്ധിച്ചിട്ട് ഇത്തരം കാഴ്ചകളും കൂടെയാണ് എൻ്റെ മണാലി ട്രിപ്പ് മനോഹരമാക്കി തീർത്തത്.